you. Good day, ma'am. ഹലോ അമ്മ. നീ ഇത് എവിടെ അടി? ഞാൻ എന്താ ബ്യൂട്ടി പാർലറിലാ. ഇവിടെ സ്തുതി കൊടുപ്പ് തുടങ്ങി. ഇത് 10 മിനിറ്റ് ഞാൻ तुम लड़का का बस जल्दी बोलने का उसको जल्दी आने के लिए, ठीक है? ഞാൻ അമ്മിണിയെ അമ്മിണിക്കുട്ടിയെ അമ്മിണി ഇവിടെ നിക്ക അമ്മിണിക്കുട്ടിയെ വാടി. ഇവിടത്തെ മൂപ്പരെ എൻ്റെ കൊച്ചുമകൾക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിയത് അമ്മിണിയെ. മൂപ്പര് പോയ ദിവസം ഇവിടെ കൂട്ടാൻ വരാൻ പറ്റിയില്ല. ഞാൻ ആശുപത്രിയിലായിരുന്നേ, ഇന്നാ എത്തി. അമ്മിണിയെ നിന്നെ കാത്തൊരാൾ കൂരയിലിരിപ്പുണ്ട്. നമുക്കൊരു പറമ്പിലൊക്കെ ഓടി കളിച്ച് ചാടി. ഉസ്മാനിക്ക, എനിക്ക് നിങ്ങളുടെ റൂം വേണ്ട. എന്തു പറ്റി ബഹൻ? കാര്യം പറയൂ. How can I stay here? Do you know what was happening here? ഞാൻ ഇവിടെ വന്നപ്പോഴത്തേ ഇവിടുന്ന് ഒരാൾ ആടിനെ അടിച്ചോണ്ട് പോയി. അയ്യോ, അത്രേ ഉള്ളൂ. അത് നമ്മുടെ അമ്മിണിയല്ലേ. അവളെ കൊണ്ടുപോയത് നമ്മുടെ ആടബൂട്ടിക്കയാ. ആട്ടുംപാല് പോലത്തെ നല്ല നൈസ് മനസ്സാ. നിങ്ങൾ അയച്ചെന്ന ഫോട്ടോ ഈ റൂമും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അടച്ചുറപ്പുള്ള വാതിലില്ല, മുറിയൊന്നും മര്യാദക്ക് ക്ലീൻ ചെയ്തില്ല. ഒരാഴ്ച കഴിഞ്ഞ് റൂമൊക്കെ റെഡിയാക്കിയിട്ട് വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് ചാടി കയറി വന്നിങ്ങനെ പറയുന്നതേ റോങ്ങാ. ബട്ട് വിത്തിൻ 24 hours എല്ലാം റെഡി ആയിരിക്കും. ഇനി ആടും പശു എന്നൊക്കെ പറഞ്ഞാരെങ്കിലും വരുമോ? ഇനി ആര് വരാനാ? ഇനി വരാനുള്ളത് മൂപ്പരാ. മൂപ്പര് പോയില്ലേ, ഇനി എപ്പോഴാ വരിക എന്ന് പടച്ചോന് മാത്രമേ അറിയാവൂ.
ഹലോ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് അവിടെ? കുറച്ച് പ്രശ്നമായിരുന്നു. വീടൊന്നും വൃത്തിയാക്കി വെച്ചിട്ടില്ലായിരുന്നു. എടി നിന്റെ അമ്മ വിളിച്ചായിരുന്നു എന്നെ. ഞാൻ ഫോൺ എടുത്തില്ല. നിനക്ക് ഇങ്ങനത്തെ വെടക്ക് പരിപാടി കാണിച്ചൊക്കെ മുങ്ങിയാ മതിയല്ലോ. എടി എടി ഉത്തരം പറയേണ്ട ഞാനാ. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കട്ടോ. കതിരിപ്പൂ പൂവമ്പഴം ഉപ്പില്ലാത്ത ശർക്കര വാറ്റം നെല്ലിന് ബെസ്റ്റ് ഒഴിക്കാനും കുടിക്കാനും ബെസ്റ്റാ തൊണ്ടേ കൂടെ ഒരു അഞ്ചലോട്ടുണ്ട്. ഹലോ, നിങ്ങളാരാ? ജോസ് വാറ്റിയോസേ എന്റെ ഈശോയെ ഇതേപ്പോ പണിയൊപ്പിച്ച് ഒറ്റാന്തടിയായിട്ട് ഇങ്ങനെ നടക്കല്ലേ നടക്കല്ലേ ഞാൻ അന്നേ പറയണതാ. അപ്പൊ എനിക്ക് പെണ്ണ് വേണ്ടെന്ന് വലിയ ഡയലോഗ് അടിക്കും. ഇപ്പൊ എന്തായാലും അത് പൊളിഞ്ഞു. മോളുടെ പേരെന്തുട്ടാ? മോള് ഭാഗ്യവതിയാ. വാറ്റം മൂപ്പരെ കഴിഞ്ഞിട്ടുള്ളൂ. പുണ്യം ചെയ്ത കയ്യല്ലേ. ഹലോ ചേട്ടൻ ഇറങ്ങിക്കേ. ആ കുക്കറിന്റെ വാൽവും വിസിൽ മാറ്റിണ്ടെന്ന് പറയണം. ഇപ്പൊ വിസിലടിക്കുമ്പോണ്ടല്ലോ കുറുവാനെ കേൾക്കണ സുഖാണ്. സ്പിരിച്വൽ വിസിലിംഗ് അല്ലേ? ഹലോ ഡാ, നിന്റെ പൊടുത്താസിനോട് പറഞ്ഞോ പൊട്ടാസ് പൊട്ടിക്കണ മാതിരി പൊട്ടിക്കുന്ന അറിയാം നിനക്ക്? ആ ഒല്ലൊരു പിള്ളേരുടെ സ്കൂൾ വിട്ട മാതിരി പെട്ടെന്ന് പിന്നെ പെടാ. പിടിച്ചിട്ടില്ല. Catch. Hi. ആ വെള്ളം എടുത്തേ. വെള്ളം ഇന്നലെ അടിച്ച് പറ്റായി പോയി. ഡീഹൈഡ്രേഷൻ. ഹാപ്പി ന്യൂ ഇയർ. പോലീസ് വേണോ അതോ ഞാൻ മതിയോ? സാറ് മതി. കുത്തിക്കൊല്ലണോ അതോ സസ്യം ഒഴിച്ച് കത്തിക്കണോ? അല്ലേ വേണ്ട. നിന്റെ സുന്നാമണി ഞാൻ കട്ട് ചെയ്തേ. പെണ്ണിനിട്ട് രാത്രി കക്കാൻ പോകുന്നല്ലേ? ഇല്ല സാർ, ഞാൻ പോവൂല. നീ കെട്ടണ്ട. നിനക്ക് ഇതിന്റെ ആവശ്യമില്ല. സത്യം പോവൂല. നീ അടുക്കളയിൽ പോയി പോത്ത് എന്തായാലും എടുത്തിട്ട് വന്നേ. എന്താ? അടുക്കളയിൽ പോയി പോത്ത് എന്തായാലും എടുത്തിട്ട് വാടാ. അടുക്കള? അയ്യാ, ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞ് പോ എടുത്തിട്ട് വാടാ. ശരി സാർ.
ഇരിക്ക അടി. മിസ്റ്റർ ഡിസൂസ, അയ്യോ അയ്യോ സാർ, ഞാൻ സുനി, കള്ള സുനി. ഞാൻ പേരാണ് കേരള കോൺഗ്രസ് പോലും ഇതിലും നല്ല പേരുണ്ട്. പേരായാലും ഒരു മജ വേണം. കാർൽ മാർക്സ്, റോസ ലക്സംബർഗ്, വി എസ് അച്യുതാനന്ദൻ, വി എസ് ഒ പി. ഇത് ചുമ്മാ സുനിക്കുട്ടൻ. ഇന്ന് മുതൽ നീ ഡിസൂസ. ഓ ഡിസൂസ, ഓ, എപ്പോഴും പോലീസ് പിടിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? ആ, ആദ്യമായിട്ട് എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് സാറേ ഞാൻ കക്കാൻ പോണേ. ഞാനിവിടെ ചെല്ലാൻ നേരത്ത് രാത്രി ആ സാർ അവിടെ കിടക്കയിൽ തുണിയിലാണ്ട് കിടക്കണായിരുന്നു. തൊട്ടടുത്ത് തന്നെ സാറിന്റെ ഭാര്യ ഉറങ്ങിക്കിടക്കണ്ടായിരുന്നു. ആ ചേച്ചി എഴുന്നേക്കാൻ നേരത്ത് സാറിന്റെ അത് കണ്ട് പേടിക്കണ്ടെല്ലാം വിചാരിച്ച് ഞാൻ എന്റെ തുണി ഒലിഞ്ഞ് ആ സാറിനെ ഒളിപ്പിച്ച്. അപ്പൊ തന്നെ ആ ചേച്ചി എഴുന്നേറ്റ് പെട്ടെന്ന് എന്നെ കണ്ട് പേടിച്ചു. നിന്നെ കണ്ടു പേടിച്ച? എന്നെ പേടിച്ചില്ല, ചിരിച്ചു. ഇതേപോലെ ആ ചേച്ചി ചിരിച്ച് അത് കേട്ടാ ചേട്ടൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ഞാനും ചേച്ചി നിക്കണം. ആ സാർ ആരോടും പറയാണ്ട് കള്ളക്കേസ് കൊടുത്തതിന് അകത്താക്കി സാറേ. ഞാൻ സത്യമായിട്ട് അവിടെ കക്കാനാ പോയത്. അവ ഇതൊന്നും ഉണ്ടായില്ല. എത്ര നാൾ അകത്ത് കിടന്നു? ഒരു 8-9 മാസം കിടന്നിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗർഭകാലം. ഇവിടെ നിനക്ക് എന്താ വേണ്ടത്? ഹൈ, അപ്പൊ സാറെന്റെ കൊല്ലല്ലേ? മറ്റൊരാളെ കൊല്ലാൻ ആർക്കാണ് അധികാരം ഡിസൂസ? അത് കൊള്ളാല്ല. മറ്റേ ഖുർആനിലും സീതയിലൊക്കെ പറയുന്ന പോലെ സെയിം അടിപൊളി ഡയലോഗ്. സീത? ഗീത അല്ലേ? അയ്യോ, 2 മണിയായി. എന്റെ ടാർജറ്റ് കവർ ചെയ്യണം സാറേ. ഞാൻ പോട്ടെ. ഞാനും വരും. എങ്ങോട്ട്? നിന്റെ കൂടെ. എന്റെ കൂടെയാ? റോബറിക്കാ? സാർ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇങ്ങോട്ട് വരാൻ നിനക്ക് ആരുടെയും അനുവാദം വേണ്ട. പക്ഷെ തിരിച്ചു പോണേ മോനെ. അല്ല സാറേ, ഞാൻ എന്നാ പോവാ സാറേ. ഞാനിതൊന്ന് മാറിയിട്ട് വരാം. ഉടുപ്പൊക്കെ മാറ്റിട്ട് എങ്ങോട്ട് പോണ്? സിൽമക്ക? സിൽമക്കല്ല, നിനക്കൊരു പെണ്ണ് കാണാം. എന്നാ പിന്നെ കുറച്ച് അത്ര കൂടി പൂശിക്കോ. ഇത് പൊളി മച്ചാനാണ്. മച്ചാനിൽ ഒരു കലക്കം സ്കൂട്ടർ ഉണ്ടായിരുന്നു. സ്പെയിനിൽ നിന്നൊരു സാഹിബിന് വേണ്ടി ഞാനൊരു പ്രാവശ്യം വണ്ടിക്ക് വില പറഞ്ഞു നോക്കിയതാ. എന്റെ പൊന്നോ, എങ്ങനെ സ്കൂട്ടായെന്ന് ആ പ്രാന്തം കുരിച്ചിന് മാത്രമേ അറിയുള്ളൂ. ഇയാളെന്ന് തപ്പിത്തരാവോ? തപ്പാനാ? കണ്ടുപിടിച്ചരാവോ? എന്റെ സിസ്റ്ററെ, ഇതൊന്നും നമ്മുടെ റൗസറി കയറുന്ന ടീമല്ല. ഇതില് ആരെങ്കിലും മനസ്സിലായോ? ഇതെന്താണ് ആട് സ്പൈക്കാ? ഇയാൾ നമ്മുടെ ആടബുട്ടിക്ക് പോലെ ഉണ്ട് കേട്ടാ. പിന്നെ ഇത് നല്ല പരിചയമുണ്ട്. പക്ഷെ ഫോക്കസ് അങ്ങോട്ട് കിട്ടുന്നില്ല. കിട്ടാനോട് പോരാ. ഇതാണ് വീട്. അപ്പൊ ശരി, ഞാൻ നിൽക്കണില്ല. ജർമ്മനിയിൽ നിന്ന് ഒരു ടീം വെയിറ്റ് ചെയ്യണം. അപ്പൊ കാണാം. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതിന്റെ കുറെ ബുദ്ധിമുട്ടുണ്ടായില്ലേ. റാഹിയ, വെള്ളം. പിന്നെന്താ കാണണമെന്ന് പറഞ്ഞത്? അത് ഉസ്മാനിക്ക, ആ മുറിയിൽ നേരത്തെ താമസിച്ചതാരാ? അതൊരു ജിന്നാണ് മകൻ. അതാണ് ഞാൻ മുറിയൊക്കെ ഒന്ന് വെടിപ്പാക്കിയിട്ട് കേറിയാ മതി എന്ന് പറഞ്ഞത്. ബാധ കയറിയല്ലേ? അത് താങ്ക്സ്. എനിക്ക് അവിടെ നിന്നൊരു കോമിക്, ഒരു കഥ കിട്ടിയിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി എന്താണെന്നറിയാനൊരു ക്യൂരിയോസിറ്റി. അല്ല, ആളെ ഒന്ന് കണ്ട. കഥയുടെ ബാക്കി തപ്പി നടക്കാൻ നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? മൂപ്പർ ഇവിടെ വന്നപ്പോൾ വരച്ചിട്ടിട്ട് പോയതാ. ഇതിന്റെ ബാക്കി എന്താന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, മൂപ്പരോട്ട് പറഞ്ഞിട്ടുമില്ല. ഇത് പാത്തുമ്മാന്റെ വീട്. ഉമ്മക്കുൽസുന്റെ വീട് എവിടെയാ? ഉമ്മക്കുൽസുന്റെ വീടല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം.
പറഞ്ഞ മൂപ്പരിപ്പ് എവിടെ ഉണ്ടെന്ന് അറിയോ? അത് മാത്രം ചോദിക്കരുത്. വിചാരിക്കാതിരിക്കുമ്പോൾ ഒരു വരവ് വരും, അതാ പതിവ്. എപ്പോഴാന്ന് മാത്രം പറയാൻ പറ്റില്ല. കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴി? വിളിക്കാൻ ഫോണോ കത്തെഴുതാൻ വിലാസമോ ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും വന്നാൽ ഡേവിഡിന്റെ വീട്ടിൽ വരും. അവിടെ ടച്ച് ചെയ്തിട്ടേ വേറെ എങ്ങോട്ടെങ്കിലും പോകും. പള്ളിമേടയുടെ തട്ടുംപുറത്ത് മാലാഖമാരുണ്ടെന്നും പറഞ്ഞേ കൊച്ചിലെ തപ്പിപ്പോയ ആളാ നീ. അങ്ങനെ അല്ല എന്റെ രാഹേലെ, ഇതെല്ലാം നല്ല ഉഗ്രൻ സ്കെച്ചുകളാ. പിന്നെ ഞാൻ താമസിക്കുന്ന റൂമും അയാളും ആ കള്ളനൊക്കെ തന്നെയാ ഈ കഥയിലുള്ളത്. തപ്പി തപ്പി ഒരുപാട് ദൂരത്തേക്കൊന്നും പോകണ്ട കേട്ടോ. നിന്റെ ആങ്ങളെ വിളിച്ച് നമ്പർ ചോദിക്കുന്നു. അയ്യോ, അതിപ്പോ കൊടുത്തേക്കല്ലേ, ഞാൻ പറയാം. ഞാനിപ്പോ ഒരാളെ കാണാൻ പോവാ, ശല്യപ്പെടുത്തരുത്. ഓ ശരി. മിസ്റ്റർ ഡേവിഡ്, ഹലോ ഹലോ ഹലോ, കേൾക്കണില്ലേ? ഹലോ ഹലോ, ഒന്ന് കോൾ ചെയ്യണേ. ഹലോ. നിങ്ങളല്ലേ? എടോ, നിങ്ങളല്ലേ ആ കള്ളൻ? ഞാനൊന്നുമില്ല. ഡോ, ഞാനല്ലേ? എന്റെ സാറ് അടിപൊളി, നന്നായിട്ട് വെച്ചിട്ട് കൊള്ളാട്ടാ. ഈ സാറിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയോ? ഈ നൂഡിൽസാണ് സത്യം ചേച്ചി അന്ന് കണ്ട, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി വരച്ചത് നല്ല കഴിവുണ്ട് കേട്ടോ. ഇത് കണ്ടോ? കണ്ടല്ലോ. കഥ ഇവിടെ തീരുക, ഇതിന്റെ ബാക്കി ഇതിലില്ല. ഇല്ലേ? വേറെ എവിടെ പോൻ? ഇപ്പൊ തപ്പിട്ട് തരാന്നേ. ഇത് ഇപ്പൊ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ആഹാ, അതില്ലല്ലോ. അതിവിടെ ഇല്ല. ഇല്ലേ? ബാക്കി എന്താ ഉണ്ടായ? ഞാനാണ് ആദ്യം കയറിയത്. സാറ് പുറകെ ഉണ്ടായിരുന്നു. സാർ, നമുക്ക് പോവാം. ഇല്ല സാറേ, പോവാ സാറേ. ഇത് ശരിയാവില്ല. വേണ്ട, പോവാ സാറേ, പോവാം. ഇത് ശരിയാവൂല. സാറേ പോവില്ല സാറേ. സാറേ വേണ്ട. നേരെ ബൈക്കിന് പോകാം. ആ ചാവാൻ പോയ പെങ്കൊച്ച് ചേച്ചിയാണോ? അല്ലല്ലേ? രാത്രി ആവുമ്പോൾ ശരിക്കും മുഖം കാണാൻ പറ്റിയില്ല. കൊള്ളാട്ടാ. ആ വീട് എവിടെയാ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഇന്ന് രാത്രി പറ്റില്ല. ഇന്ന് രാത്രി എനിക്കൊരു ഗൾഫാൻ്റെ വീട്ടിൽ പോലെ. നാളെ പോവാം, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. രാത്രിയല്ല, ഇപ്പോ. പകലോ? അയ്യോ, പകലോ എനിക്ക് വഴിയേറ്റും ചേച്ചി. ഇതാണോ അല്ലെങ്കിൽ അതാണോ?
ഇതാണ് ചേച്ചി ഉറപ്പാ ഇതന്നെ. താങ്ക്സ്. അതല്ല ഇതാ ചേച്ചി. ചേച്ചി സാറിനാരാ?